ലോകത്തിലെ ഏറ്റവും വലിയ ചരിത്ര വിസ്മയങ്ങളിലൊന്നായ ബ്രിട്ടനിലെ സ്റ്റോൺഹെഞ്ചിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിഗൂഢതകൾക്ക് ഒടുവിൽ വിരാമമാകുന്നു. 5000-ലധികം വർഷം പഴക്കമുള്ള ഈ ശിലാസ്മാരകം എങ്ങനെ നിർമ്മിക്കപ്പെട്ടു എന്ന ചോദ്യത്തിന് പുതിയൊരു ഉത്തരവുമായി എത്തിയിരിക്കുകയാണ് ഗവേഷകർ. പ്രകൃതിദത്തമായ കാരണങ്ങളാലല്ല, മറിച്ച് മനുഷ്യർ കഠിന പ്രയത്നത്തിലൂടെയാണ് കിലോമീറ്ററുകൾ അകലെയുള്ള വെയിൽസിൽ നിന്നും മറ്റും ഈ വൻശിലകൾ ഇവിടെ എത്തിച്ചതെന്നാണ് പുതിയ കണ്ടെത്തൽ. വനപ്രദേശങ്ങളിൽ നിന്നും വിദൂരദേശങ്ങളിൽ നിന്നും വലിപ്പമേറിയ കല്ലുകൾ ഒന്നിച്ചു കടത്തിക്കൊണ്ടുവരുമ്പോൾ അക്കാലത്തെ ഗോത്രങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന കടുത്ത മത്സരബുദ്ധിയാകാം ഇതിന് പിന്നിലെ ചാലകശക്തിയെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ബ്രിട്ടീഷ് ഹെറിറ്റേജ് വക്താക്കൾ സ്റ്റോൺഹെഞ്ചിന് സമീപം കണ്ടെത്തിയ ഒരു ചരിത്രാതികാലത്തെ വലിയ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച പുതിയ മാതൃക പുറത്തുവിട്ടതിനൊപ്പമാണ് ഈ വെളിപ്പെടുത്തൽ. സ്റ്റോൺഹെഞ്ചിൽ നിന്നും 2 മൈൽ മാത്രം അകലെയുള്ള ഒരു പുരാതന ജനവാസ കേന്ദ്രത്തിലാണ് ഈ വലിയ ഹാൾ ഉണ്ടായിരുന്നത്. പ്രശസ്ത പരീക്ഷണാത്മക പുരാവസ്തു ഗവേഷകനായ ലൂക്ക് വിൻഡിന്റെ നേതൃത്വത്തിൽ 100ഓളം സന്നദ്ധ പ്രവർത്തകർ 9 മാസത്തോളം കഠിനാധ്വാനം ചെയ്ത് നവീന ശിലായുഗത്തിലെ അതേ സാങ്കേതിക വിദ്യകളും പ്രാദേശിക സാമഗ്രികളും ഉപയോഗിച്ചാണ് ഈ കെട്ടിടത്തിന്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കിയത്. ഈ നവീന ശിലായുഗ ഹാൾ സ്റ്റോൺഹെഞ്ച് നിർമ്മാണത്തിൽ പങ്കെടുത്ത തൊഴിലാളികളുടെയും ശില്പികളുടെയും പ്രധാന ഒത്തുചേരൽ കേന്ദ്രമായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. ഇവിടെ നടത്തിയ ഖനനങ്ങളിൽ നിന്ന് 10,000-കണക്കിന് മൃഗങ്ങളുടെ അസ്ഥികളും കളിമൺ പാത്രങ്ങളുടെ അവശിഷ്ടങ്ങളും പുരാവസ്തു ഗവേഷകർക്ക് കിട്ടിയിട്ടുണ്ട്. കഠിനമായ ശീതകാലങ്ങളിൽ ഇവിടെ വലിയ തോതിൽ വിരുന്നുകളും ആഘോഷങ്ങളും നടന്നിരുന്നു എന്നതിന്റെ ശക്തമായ തെളിവാണ് ഈ കണ്ടെത്തൽ. ഭരണപരമായ മീറ്റിംഗുകൾക്കായോ താൽക്കാലിക താമസ സൗകര്യമായോ ധാന്യപ്പുരയായോ ഒക്കെ ഈ കൂറ്റൻ ഹാൾ ഉപയോഗിച്ചിട്ടുണ്ടാകാമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. കുസുമ ട്രസ്റ്റിന്റെ സാമ്പത്തിക സഹായത്തോടെ നിർമ്മിച്ച ചരിത്ര സ്മാരകം ഈ വേനൽക്കാലത്ത് സന്ദർശകർക്കായി തുറന്നുകൊടുക്കും. ചരിത്രപരമായി ഏറെ കൃത്യതയുള്ള രീതിയിലാണ് 23 അടി ഉയരമുള്ള ഈ ഹാൾ പുനർനിർമ്മിച്ചിരിക്കുന്നത്. കത്തുന്ന അടുപ്പും നവീന ശിലായുഗത്തിലെ കരകൗശല വസ്തുക്കളും പാചക രീതികളും സമന്വയിപ്പിച്ച ഈ ഹാൾ സന്ദർശകരെ ഒറ്റ നിമിഷം കൊണ്ട് 4500 വർഷം പുറകിലേക്ക് കൊണ്ടുപോകുന്ന ജീവസുറ്റ ചരിത്ര പാഠക പുസ്തകമാണെന്ന് ഇംഗ്ലീഷ് ഹെറിറ്റേജിന്റെ ലേണിംഗ് ഡയറക്ടർ മാറ്റ് തോംസൺ വ്യക്തമാക്കുന്നു. സ്റ്റോൺഹെഞ്ചിലെ ഐതിഹാസികമായ ബ്ലൂ സ്റ്റോണുകൾ വെയിൽസിൽ നിന്ന് വിൽഷെയറിലേക്ക് എങ്ങനെ എത്തിച്ചു എന്നതിനെ ചൊല്ലി വർഷങ്ങളായി നിലനിന്നിരുന്ന തർക്കങ്ങൾക്കും ഇപ്പോൾ കൃത്യമായ മറുപടി ലഭിച്ചിട്ടുണ്ട്. ഈ ശിലകൾ ഹിമാനികളുടെ ഒഴുക്കിൽപ്പെട്ട് സ്വാഭാവികമായി ഇവിടെ എത്തിയതാണോ അതോ മനുഷ്യർ നേരിട്ട് ചുമന്നുകൊണ്ടുവന്നതാണോ എന്നതായിരുന്നു പ്രധാന തർക്കം. എന്നാൽ പ്രശസ്ത ഭൗമശാസ്ത്രജ്ഞനായ പ്രൊഫസർ റിച്ചാർഡ് ബെവിൻസിന്റെ നേതൃത്വത്തിൽ വെയിൽസിലെ ക്രേഗ് റോസ് ബൈഫെലിൻ പാറക്കെട്ടുകളിൽ നിന്നുള്ള സാമ്പിളുകളുമായി സ്റ്റോൺഹെഞ്ചിലെ ശിലകളെ താരതമ്യം ചെയ്ത് നടത്തിയ ശാസ്ത്രീയമായ പരിശോധനയിലൂടെ ഇത് പ്രകൃതിദത്തമായി എത്തിയതല്ലെന്നും മനുഷ്യർ 125 മൈലിലധികം ദൂരത്തുനിന്ന് വലിപ്പമേറിയ ഈ കല്ലുകൾ നേരിട്ടെത്തിച്ചതാണെന്നും സ്ഥിരീകരിച്ചു. ഇന്ന് നാം കാണുന്ന സ്റ്റോൺഹെഞ്ച് ഒരൊറ്റ ദിവസം കൊണ്ട് ഉണ്ടായതല്ല, മറിച്ച് ഏകദേശം 3500 വർഷങ്ങൾക്ക് മുമ്പ് അവസാനിച്ച 4 പ്രധാന ഘട്ടങ്ങളിലായുള്ള ഒരു ദീർഘകാല നിർമ്മാണ പദ്ധതിയുടെ ഫലമാണ്. BC 3100-ൽ ആരംഭിച്ച 1-ാം ഘട്ടത്തിൽ ഒരു വലിയ വട്ടത്തിലുള്ള കിടങ്ങും അതിനോട് ചേർന്നുള്ള മൺതിട്ടയുമാണ് നിർമ്മിക്കപ്പെട്ടത്. ഇതിനോടൊപ്പം ചോക്ക് മണ്ണിൽ 1 മീറ്റർ വീതിയും താഴ്ചയുമുള്ള ഓബ്രി ഹോളുകൾ എന്നറിയപ്പെടുന്ന വൃത്താകൃതിയിലുള്ള കുഴികളും നിർമ്മിക്കപ്പെട്ടു. ഈ കുഴികളിൽ നിന്ന് ശ്മശാന അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഇവ കേവലം ശവകുടീരങ്ങളല്ല, മറിച്ച് മതപരമായ ചടങ്ങുകളുടെ ഭാഗമായാണ് ഉപയോഗിച്ചിരുന്നത് എന്നാണ് നിഗമനം.